വണ്ടിയാണ് ഫോഴ്സ് എക്സർട്ടഡ് ഓൺ എ സീരീസ് ഓഫ് റേഡിയൽ കർവ്ഡ് വെയിൻസ്. നമ്മൾ ആദ്യത്തെ പഠിച്ചതെന്ന് വെച്ചാൽ ഒറ്റ വെയിനാണ്, ഒറ്റ കർവ്ഡ് വെയിൻ, ഇതേപോലെ ഒറ്റ ഒരെണ്ണമാണ്. റെഡിയാണ് ഫോഴ്സ് എക്സർട്ടഡ് ഓൺ എ സീരീസ് ഓഫ് റേഡിയൽ കർവ്ഡ് വെയിൻസ്. അപ്പോൾ ഇതൊരു വീലായിട്ട് കണ്ടോ, ഒരു വീലാണ്, ഒരു വീൽ, ഇത് കറങ്ങിയത് പോകും. അപ്പോൾ അത് ഇത് വീലിൻ്റെ ഇന്നർ സർക്കംഫറൻസ്, ഇത് ഔട്ടർ. കഴിഞ്ഞുണ്ട് ഇന്നർ പെരിഫറി ഓഫ് വീൽ, ഇതെന്ന് വെച്ചാൽ ഔട്ടർ പെരിഫറി. അപ്പോൾ ഇങ്ങനെ ഒരു വീൽ ഇരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടർബൈൻസിലേക്കുള്ള റണ്ണറിൻ്റെ വീൽ പോലെ ഒരു വീലാണ്, ഒരു അതിൻ്റെ ഇന്നർ പെരിഫറി, ഇത് ഔട്ടർ പെരിഫറി. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഈ വീലിൻ്റെ സെൻറ്റർ ഇത് റിങ് പോലെ ഇരിക്കുന്ന സാധനം, റിങ് പോലെ. ഇത് ഇന്നർ സർക്കംഫറൻസ്, ഇത് ഔട്ടർ സർക്കംഫറൻസ്, ഇതതിൻ്റെ സെൻറ്റർ തൊട്ട് ഇവിടെ വരെ ഉള്ള പോലെ തന്നെ R2 എടുത്ത്, അതേപോലെ സെൻറ്റർ തൊട്ട് ഔട്ടർ വരെ ഉള്ള പോലെ തന്നെ R1 ഇത് ഞാൻ പറഞ്ഞു തരുന്നതാണ് റേഡിയസ് ഓഫ്. അപ്പം നമ്മൾ അതിൽ ഓരോ വെയിനല്ല, സീരീസ് ഓഫ് വെയിനാണ്. ഒന്ന് 2 3 അങ്ങനെ കറങ്ങി ഇത് ചുറ്റും പോകും, കുറേ വെയിൻസാണ്. അപ്പോൾ അതിൽ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ജെറ്റ് ഓൺ സീരീസ് ഓഫ് വെയിൻസ്. അപ്പോൾ ഇത് പഴയതുപോലെ ഇവിടെ ഒരു പൈപ്പിൽ നോസിലിൻ്റെ പുറത്തുനിന്ന് ജെറ്റ് പോകും. ആ ജെറ്റിൻ്റെ സ്പീഡ് അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് ജെറ്റ് എന്ന് വെച്ചാൽ V1 അല്ലേ. ഇനി നമ്മൾ അപ്പോൾ ഇത് നമ്മൾ എടുക്കുക, ഇവിടെ 3 വെയിനുണ്ട്, A B C, അത്രേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ കൺസിഡർ ചെയ്ത ഈ നടുക്കുള്ളതാണ് B. ഇവിടെ എഴുതിട്ട് കൺസിഡർ വെയിൻ B. അപ്പോൾ ഇത് 3 നോക്കണ്ട, ഇത് മാത്രം നമ്മൾ എടുക്കുന്നുണ്ട് എടുക്കാൻ. ഇപ്പം ഇതെന്താണ് ജെറ്റ് ഇങ്ങനെ പോകും, ജെറ്റ് ഓഫ് വാട്ടർ പോകുന്നത് അബ്സല്യൂട്ട് വെലോസിറ്റി V1. ഇനി അപ്പോൾ ഇത് കൂടെ ഒന്ന് ഈ പോയിന്റ്, ഈ ഒരു വെയിൻ എടുത്താൽ ഇത് ഇൻലെറ്റ് ടിപ്പ് ഓഫ് വെയിൻ, ഇതെന്ന് വെച്ചാൽ ഔട്ട്ലെറ്റ് ടിപ്പ് ഓഫ് വെയിൻ. ഇൻലെറ്റ് ടിപ്പ് ഓഫ് വെയിൻ ആൻഡ് ഔട്ട്ലെറ്റ് ടിപ്പ് ഓഫ് വെയിൻ. അപ്പോൾ വെള്ളം ഇവിടെ കൂടെ കയറി ഇവിടെ കൂടെ തിരിച്ച് ഇറങ്ങും. ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതണം ഇത്രയും ദൂരം എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് വീൽ അറ്റ് ഇൻലെറ്റ് ടിപ്പ് ഓഫ് വെയിൻ. ഇതിൻ്റെ ഇതിൻ്റെ ഇൻലെറ്റ് എന്ന് വെച്ചാൽ ഇതാണ്, വെള്ളം ഇവിടെ കൂടെ കയറി ഇവിടെ കൂടെ പുറത്തിറങ്ങും, ആ ഔട്ട്ലെറ്റ്. അപ്പോൾ ഇവിടെ വരെയുള്ളത് റേഡിയസ് ഓഫ് വീൽ അറ്റ് ഔട്ട്ലെറ്റ് ടിപ്പ് ഓഫ് വെയിൻ, അങ്ങനെ ഇരിക്കണം. ഇനി അപ്പോൾ ഈ ഒരു ഇൻലെറ്റ് ഇതെന്ന് വെച്ചാൽ വീലല്ലേ, ഈ വീല് കറങ്ങാൻ ഇങ്ങനെ ഒരു കറങ്ങും അല്ലേ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും വീൽ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പോയിന്റ്, ഈ നമ്മൾ കൺസിഡർ ചെയ്ത ആ വെയിനിൻ്റെ ഇൻലെറ്റ് ടിപ്പ് അവിടെ വെച്ച് ഒരു ടാൻജൻറ്റ് വരച്ചു. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ഇതിൻ്റെ ഇൻലെറ്റ് ടിപ്പിൽ നമ്മൾ ഒരു ടാൻജൻറ്റ് വരച്ചു. ഇതൊരു സർക്കിൾ അല്ലേ കറങ്ങി വരുമ്പോൾ. അപ്പോൾ ഇതൊരു ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ആ ടാൻജൻറ്റ് ലൈൻ ഇതാണ്, മനസ്സിലായില്ലേ. അപ്പം ഈ ഒരു വെയിനിൻ്റെ വെലോസിറ്റി നമ്മൾ മുമ്പ് പഠിച്ചത്, ഇത് വെയിൻ പോണ വെലോസിറ്റി നടുക്കുള്ള വെലോസിറ്റി U. അപ്പം രണ്ടിട്ട് ഇവിടെ ഇൻലെറ്റ് ഔട്ട്ലെറ്റിലും U ആയിരിക്കും, U1 U2. അപ്പോൾ U1 U U2 പഠിച്ചു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് വെച്ചാൽ എന്താണ്, അതെന്ന് ഞാൻ ഹൊറിസോണ്ടൽ പോയ കാര്യം എന്ന് പറഞ്ഞത്. ഈ വെയിൻ അങ്ങനെയല്ല, വെയിൻ കറക്റ്റ് ഹൊറിസോണ്ടൽ ഇരുന്ന് ഇതങ്ങനെ ഇങ്ങനെയല്ല, ഹൊറിസോണ്ടൽ ഇരുന്ന് ഇങ്ങനത്തെ മോഷൻ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ U1 U2 എല്ലാം സെയിം ആയിരിക്കും. ഇതെന്ന് വെച്ചാൽ ഒരു സർക്കുലർ മോഷനാണ്, ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ വെലോസിറ്റി, ഇവിടുത്തെ ടാൻജൻഷ്യൽ അല്ലെങ്കിൽ പെരിഫറൽ വെലോസിറ്റി, ഇവിടുത്തെ ടാൻജൻഷ്യൽ അല്ലെങ്കിൽ പെരിഫറൽ വെലോസിറ്റി രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ U1 U2 ആണ്. ഇവിടുത്തെ വെലോസിറ്റി എന്ന് വെച്ചാൽ U1 എന്ന് വെച്ചാൽ ലീനിയർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഇങ്ങനെ ഒരു സർക്കിളോ എന്തായാലും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഈ ഒരു പോയിന്റ് എടുത്തു വെച്ചോ, ഈ ഒരു പോയിന്റിലെ ലീനിയർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എന്ന് വെച്ചാൽ ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ഇത്ര റേഡിയസ്, ഇത്ര ഡിസ്റ്റൻസ്. അതേപോലെ നമ്മൾ ഈ ഒരു പോയിന്റിലെ വെലോസിറ്റി ആണ് U1. ഈ ഒരു പോയിന്റിൽ ഈ വീലിൻ്റെ വെലോസിറ്റി മനസ്സിലായില്ലേ. ഇതൊരു വെയിൻ്റെ ഇൻലെറ്റിൽ ഇത് ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ വെലോസിറ്റി U1 ഈസ് ഈക്വൽ ടു ഇതുവരെയുള്ള ദൂരം, സെൻട്രൽ ദൂരമുള്ള ദൂരം R1 ഇൻറ്റു ഈ വീലിൻ്റെ ആംഗുലർ വെലോസിറ്റി വെച്ചാൽ ഒമേഗ. ഇവിടെ എഴുതിയിട്ടുണ്ട് ആംഗുലർ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. ഇത് കറങ്ങിക്കൊണ്ട് ചെയ്യുമ്പോൾ ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. അതേപോലെ U2 ഈസ് ഈക്വൽ ടു ഇവിടെ എന്ന് വെച്ചാൽ R2 ഇൻറ്റു ഒമേഗ. അത് മാത്രമല്ല, നമ്മളിങ്ങനെ ഒരു സർക്കിൾ എടുത്താൽ ഈ ഒരു പോയിന്റിലെ വെലോസിറ്റി വെച്ചാൽ അതിൻ്റെ ടാൻജൻഷ്യലായിരിക്കും, ഈ ഡയറക്ഷനായിരിക്കും. ഇവിടെ ഒരു പോയിന്റിൽ വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും. അതുപോലെയാണ് വെച്ചിട്ടുള്ളത്. ഈ പോയിന്റിൽ ഇതായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. ഇതെന്ന് വെച്ചാൽ ഇതാണ് ഡയറക്ഷൻ.
അപ്പോൾ ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഈ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കുമ്പം ഈ യുവിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ, ഇത് ഔട്ട്ലെറ്റ്. അപ്പോൾ ഈ യുവിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇതേ ഡയറക്ഷനാണ്, ഈ ഡയറക്ഷനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ടാൻജൻഷ്യൽ ഡയറക്ഷൻ നമ്മൾ എഴുതുന്നുണ്ട്. യുവിൻ്റെ ഈ ഡയറക്ഷൻ, ജെറ്റിൻ്റെ അബ്സല്യൂട്ട് വെലോസിറ്റി ഇങ്ങനെ. ഇത് രണ്ടിൻ്റെയും കൂടെ വെക്റ്റർ ഇത് വെലോസിറ്റി ഡിഫറൻസ് ആണ് VR1. ഇനി പഴയതുപോലെ തന്നെ VR1. പിന്നെ അപ്പം നമ്മളിനി എല്ലാം എടുക്കുന്നത് എന്താണ്? ഇപ്പോൾ ഞാൻ ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാം ഹൊറിസോണ്ടലാണ്. ഹൊറിസോണ്ടലൊക്കെ എന്ന് പറഞ്ഞാൽ യു എല്ലാം കറക്റ്റ് തന്നെ ഇരുന്ന. പക്ഷെ ഞാൻ ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ് കുറച്ച് ഇങ്ങനെ ചടിച്ച് വെച്ചേക്കണം. ഇപ്പോൾ ഈ യു ഇപ്പം പോകണമെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, ഒരു ഇംഗ്ലണ്ട് ഇതിലാണ് പോകും. അപ്പോൾ നമ്മളിനി എന്ത് എടുത്താലും എല്ലാത്തിനെ ഇതിൻ്റെ ഈ യൂണിറ്റിൻ്റെ ബേസിലാണ് റിസോൾവ് ചെയ്യേണ്ടത്. അപ്പം B1 രണ്ടെണ്ണം റിസോൾവ് ചെയ്യാം. ഒന്ന് യുവിൻ്റെ അതേ ഡയറക്ഷനിൽ, അതാണ് ഇത്രയും അല്ലേ, BW1. പിന്നെ യുവിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ BF1. ഹൊറിസോണ്ടലായിട്ട് വെർട്ടിക്കൽ വെച്ചാൽ യുവിൻ്റെ അതേ ഡയറക്ഷനിൽ യുവിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ BW1 BF1. നമ്മൾ അതേപോലെ ഇവിടുത്തെ ഡയറക്ഷൻ ആണ്. ഇവിടുത്തെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇതാണ് ടാൻജൻഷ്യൽ ഡയറക്ഷൻ അല്ലേ, ഈ പോയിന്റ് ടാൻജൻഷ്യൽ. അപ്പോൾ അവിടെ അതായിരിക്കും എൻ്റെ യു. അപ്പോൾ യു ഇങ്ങനെ വരയ്ക്കണം. ഇനി ഈ ഡയറക്ഷനിലാണ് നമ്മൾ ഇവിടുത്തെ വെലോസിറ്റി എന്താണ്? വെലോസിറ്റി യുവിൻ്റെ ഡയറക്ഷൻ, അതാണ് ഇത്രയും. വെലോസിറ്റി അബ്സല്യൂട്ട് വെലോസിറ്റി ആയിട്ട് ഔട്ട്ലെറ്റ് ആണ് V2. അതിനെ രണ്ടര റിസോൾവ് ചെയ്യാം. ഒന്ന് യുവിൻ്റെ അതേ ഡയറക്ഷൻ BW2, പിന്നെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ BF2. പിന്നെ പഴയതുപോലെ തന്നെ ബാക്കിയുള്ളത് തന്നെ. ഈ ബാക്കിയെല്ലാം ഇത് തന്നെ. ഈ ട്രയാങ്കിൾ മാത്രം നേരത്തെ ഹൊറിസോണ്ടൽ, പക്ഷേ ഇതങ്ങനെ യു ചടിയിരിക്കുന്നുണ്ട് അതിൻ്റെ ഇതിലേക്ക്. ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി അത് പഠിക്കാൻ പോകുന്നത് മാസ് ഫ്ലോ റേറ്റ് ഫോർ സീരീസ് ഓഫ്. നമ്മൾ മുൻപ് നോക്കിയാൽ അറിയാം, മുൻപുള്ള പ്രീവിയസ് കാര്യങ്ങളെല്ലാം അറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് ഒരു സിംഗിൾ വെയിനാണ് അല്ലേ, ഇത് ഒരു സീരീസ് ആണ്. കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് സിംഗിൾ വെയിനിൻ്റെ മാസ് ഫ്ലോ റേറ്റ് എന്ന് വെച്ചാൽ ρA ഇൻറ്റു ഒരു സിംഗിൾ ഒറ്റ ഒരെണ്ണം അടിക്കുമ്പം ഈ വരുന്ന ജെറ്റ് ഒന്ന് വരുമ്പം ഈ ഒരു സിംഗിൾ പ്ലേറ്റാണ്. സിംഗിൾ പ്ലേറ്റ് ഞാൻ മൂവ് ചെയ്തിരിക്കുന്നു അല്ലേ, സിംഗിൾ പ്ലേറ്റ് ഞാൻ മൂവ് ചെയ്തിരിക്കുന്നത് ജെറ്റ് ഇങ്ങനെ വരും. അപ്പോൾ ഈ വരണ എല്ലാം അതിൽ കിട്ടൂല, എല്ലാം ഒരു സെക്കൻഡിൽ ഫുൾ മാസം സ്ട്രൈക്ക് ചെയ്യില്ല. അപ്പം അതിൻ്റെ കുറച്ച് അതാണ് ρA ഇൻറ്റു V1 മൈനസ് V1 അതിൻ്റെ റിലേറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ρA ഇൻറ്റു VR1 എടുക്കും. സിംഗിൾ ആണെങ്കിൽ VR1, ρA ഇൻറ്റു VR1 അല്ലെ റിലേറ്റീവ് വെലോസിറ്റി. പക്ഷേ ഇവിടെ ഗ്രൂപ്പോ അല്ലെങ്കിൽ സീരീസ് ആണ്, ഒരുപാടുണ്ട്. അപ്പം ഇത് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് വരും. അപ്പോൾ എപ്പോഴും ഒരെണ്ണം ഇവിടെ കാണാം. അപ്പം ഫുൾ ഇത് സ്ട്രൈക്ക് എന്നുള്ള അസംഷനിലാണ് നമ്മൾ എടുക്കണം. അപ്പോൾ ρA ഇൻറ്റു ഇത് മാറി എന്ത് വരും? ആദ്യം വരുന്ന അതിൻ്റെ ഫുൾ വെലോസിറ്റി വരും. എന്താണ്? V1. അതാണ് ഇവിടെ എഴുതണം. മാസ് ഫ്ലോ റേറ്റ് ഫോർ സീരീസ് ഓഫ് മൂവിങ് കർവ് ബേസിക്കലി ρA ഇൻറ്റു V1. ഈ A ഇൻറ്റു A എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ജെറ്റ്. ഈ വരുന്ന ജെറ്റിൻ്റെ ഏരിയ, ഇതിൻ്റെ കോസ്റ്റൽ ഏരിയ, ഇതിൻ്റെ V എന്ന് വെച്ചാൽ ഇതിൻ്റെ വെലോസിറ്റി. അപ്പോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഓഫ് ജെറ്റ് എന്ന് വെച്ചാൽ A ഇൻറ്റു V1 നമുക്ക് അറിയാം Q. എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ഓഫ് ജെറ്റ്, ഈ വരുന്ന ജെറ്റിൻ്റെ ഡിസ്ചാർജ്. ഇനി ലീനിയർ മൊമെന്റം ഓഫ് ജെറ്റ് സ്ട്രൈക്കിംഗ് ദ വെയിൻ ഇൻ ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ഓഫ് ദ വീൽ അറ്റ് ഇൻലെറ്റ് ടിപ്പ് ഓഫ് വെയിൻ പെർ സെക്കൻഡ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് ലീനിയർ മൊമെന്റം ഓഫ് ജെറ്റ് സ്ട്രൈക്കിംഗ് ദ വെയിൻ. ലീനിയർ മൊമെന്റം എന്ന് വെച്ചാൽ ജെറ്റ് എന്ന് വെച്ചാൽ ഇതാണ് ജെറ്റ് അല്ലേ. അപ്പോൾ ഈ ജെറ്റിന്റെ ലീനിയർ മൊമെന്റം ഇൻ ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ഓഫ് ദ വീൽ. വീലിന്റെ ടാൻജൻഷ്യൽ, ഇതാണ് നമ്മുടെ വീൽ. അപ്പോൾ ഈ ഇൻലെറ്റിൽ അതിന്റെ ടാൻജന്റ് ഇതാണ് അതിന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലീനിയർ മൊമെന്റം ഇൻ ദിസ് ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ. ലീനിയർ മൊമെന്റം എന്ന് വെച്ചാൽ വേറെ ലീനിയർ മൊമെന്റം പെർ സെക്കൻഡ് അല്ലെങ്കിൽ ലീനിയർ മൊമെന്റം പെർ ടൈം. ലീനിയർ മൊമെന്റം നമുക്ക് അറിയാം, മാസ് ഇൻറ്റു മൊമെന്റം ഈസ് ഈക്വൽ ടു മൊമെന്റത്തിന്റെ P ആണ്, P ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ മൊമെന്റം പെർ ടൈം ആകുമ്പോൾ മാസ് ബൈ ടൈം, ഇവിടെ ബൈ ടൈം ഇൻറ്റു വെലോസിറ്റി. മാസ് ബൈ ടൈമിനാണ് എന്ത് പറയണം? മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു വെലോസിറ്റി. അവിടെ ചെയ്യണം മൊമെന്റം ബൈ ടൈം. ലീനിയർ മൊമെന്റം പെർ ടൈം എന്ന് വെച്ചാൽ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. ഇനി നമുക്ക് എന്താണ് വേണ്ട? ഇൻ ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ഓഫ് ദ വീൽ അറ്റ് ഇൻലെറ്റ് ടിപ്പ്. ഈ ഇൻലെറ്റിന്റെ ടാൻജൻഷ്യലാണ് ഈ ഡയറക്ഷനിലുള്ള, ഇതേ ഡയറക്ഷനിലുള്ള ഈ യുവിന്റെ ഡയറക്ഷനിലുള്ള മൊമെന്റം. അപ്പോൾ അതേ ഡയറക്ഷനിലുള്ള വെലോസിറ്റി വേണം ആണ് ഇവിടെ ചെയ്യണം.
ഇൻറ്റു കമ്പോണന്റ് ഓഫ് നമ്മളെ മൊമെന്റ് ജെറ്റിന്റെ ഇതെന്ന് വെച്ചാൽ ഇതാണ് അല്ലേ, v1ന്റെ കമ്പോണന്റ് കമ്പോണന്റ് ഓഫ് v1 ഇൻ ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ. നമ്മൾ കണ്ടുപിടിക്കേണ്ട ലീനിയർ മൊമെന്റം ഓഫ് ജെറ്റ്. ഇങ്ങനെ ജെറ്റ് ഇങ്ങനെ വരുന്ന അതിന്റെ ലീനിയർ മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി. നമ്മൾ ജെറ്റിന്റെ വെലോസിറ്റി ചെയ്തു, പക്ഷെ നമുക്ക് വേണ്ടത് ലീനിയർ മൊമെന്റം ഇൻ ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ. ഈ ഡയറക്ഷനാണ് വേണ്ട. അപ്പം ഈ വെലോസിറ്റിയുടെ ഇങ്ങനത്തെ കമ്പോണന്റ് യു ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ഇടാം. നമ്മൾ നേരത്തെ നോക്കിയത് ഈ വെലോസിറ്റിയിലെ ഇങ്ങനത്തെ കമ്പോണന്റ് ഇതാണ് അല്ലേ, VW1. യു ഡയറക്ഷൻ എല്ലാം വരെയുള്ള കമ്പോണന്റ് VW1, പെർപെൻഡിക്കുലർ VF1. നമ്മൾ എടുക്കേണ്ടത് ഇതാണ് എടുക്കേണ്ടത്, ജെറ്റിന്റെ ഈ ഡയറക്ഷനിലുള്ള കമ്പോണന്റ്. ഇപ്പം VW1. ഇപ്പം മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു VW1. മാസ് ഫ്ലോ റേറ്റ് എന്താണ്, ρA1 അല്ലെങ്കിൽ ρQ ഇൻറ്റു VW1. ഇതെന്നാണ് ലീനിയർ മൊമെന്റ്. ഈ വീലിന്റെ ഇൻലെറ്റ് ഇവിടെ ഈ ടിപ്പിലുള്ള ഇത് വീല്, ഇത് മൊത്തം വീല്. അത് ഇതെന്ന് വെച്ചാൽ ഒരു വെയിൻ, പർട്ടിക്കുലർ വെയിൻ, അതിന്റെ ഇൻലെറ്റ് ടിപ്പിലുള്ള ലീനിയർ മൊമെന്റം പെർ ടൈം. അതേപോലെ ഇത് ഔട്ട്ലെറ്റ് ടിപ്പിലുള്ള ലീനിയർ മൊമെന്റം പെർ ടൈമിനെ P2 കൊടുത്തത്, P2 = ഇതേപോലെ തന്നെ ഏതോ സ്ഥലമല്ല നമ്മൾ മാസ് ഫ്ലോ റേറ്റ്. മാസ് ഫ്ലോ റേറ്റ് മാറില്ല, എപ്പോഴും എന്താണ് ഇത് തന്നെ, ρ ഇൻറ്റു Q അല്ലെങ്കിൽ ρA V1 ഇൻറ്റു കമ്പോണന്റ് വെലോസിറ്റി V2 ഇവിടെ നമ്മൾ V1 എടുത്തോലെ ഇവിടെ എന്താണ് V2. ഇതാണ് ഇതിന്റെ ഈ ഡയറക്ഷനിൽ ടാൻജൻഷ്യൽ ഡയറക്ഷൻ അല്ലേ, യു ഡയറക്ഷൻ. അപ്പൊ എന്ത് വരും, ഇതാണ് VW2. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, ഇതെന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഇതെന്ന് വെച്ചാൽ വെലോസിറ്റി ഇങ്ങോട്ടാണ് പോകണം. അപ്പൊ അതിന്റെ ഈ കമ്പോണന്റ് എടുക്കുമ്പോൾ റൈറ്റിലോട്ടാണ് അല്ലേ, ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് വെലോസിറ്റി ഇങ്ങോട്ട് പോകുന്നുണ്ട്. അതിന്റെ ഈ ടാൻജൻഷ്യൽ കമ്പോണന്റ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഇതെന്ന് വെച്ചാൽ വെലോസിറ്റി ഇങ്ങനെയാണ് പോകും. അപ്പൊ അതിന്റെ ഈ VW2 എങ്ങോട്ടാണ്, ഈ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ആ മോഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതാണ് മൈനസ് എടുക്കാം, മൈനസ് VW2. ബാക്കിയെല്ലാം സെയിം തന്നെ, ഇത്രയും കിട്ടും. ഇനി ഇപ്പോൾ ലീനിയർ മൊമെന്റ് കണ്ടുപിടിച്ചാൽ നമ്മൾ അടുത്ത ആംഗുലർ മൊമെന്റ് പഠിക്കും. ആംഗുലർ മൊമെന്റം ഓഫ് ജെറ്റ്. ഇതിന്റെ ഈ ലീനിയർ മൊമെന്റത്തിന്റെ നേരെ അടുത്ത ആംഗുലർ മൊമെന്റം ഓഫ് ജെറ്റ് ഇൻലെറ്റ് പെർ സെക്കൻഡ്. ഇത് ലീനിയർ മൊമെന്റം പെർ സെക്കൻഡ്, അടുത്ത് ആംഗുലർ മൊമെന്റം പെർ സെക്കൻഡ്. ലീനിയർ മൊമെന്റം ഇൻറ്റു R റേഡിയസ് ചെയ്യുമ്പോൾ ആംഗുലർ മൊമെന്റം കിട്ടും. ഇവിടത്തെ ആണെങ്കിൽ R1, ഇവിടത്തെ ആംഗുലർ മൊമെന്റം ആണെങ്കിൽ ഇൻറ്റു R2, ഇത് ഇൻറ്റു R1, മറ്റേത് ഇൻറ്റു R2. ഇനി ടോർക്ക് എക്സൈറ്റഡ് ബൈ ജെറ്റ് ഓൺ ദ വീൽ. നമുക്കറിയാം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ച് നമ്മൾ ഈ ഇതെന്ന് വെച്ചാൽ ആംഗുലർ ഇതിന്റെ കാര്യങ്ങൾ, ഈ റൊട്ടേറ്റിംഗ് കാര്യത്തിന് നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ച് ലീനിയർ ഇത് പറയാം. എങ്ങനെയാണ്, ഫോഴ്സ് = റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം dP/dt. ഫോഴ്സ് എക്സൈറ്റഡ് റിസൾട്ടന്റ് ഫോഴ്സ് എക്സൈറ്റഡ് ചേഞ്ച് ഇൻ മൊമെന്റം പെർ ടൈം, ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇതെന്ന് വെച്ചാൽ ലീനിയർ കാര്യത്തിലാണ്, ലീനിയർ മോഷനിൽ. ഇതെന്ന് വെച്ചാൽ ആംഗുലർ മോഷനിൽ തിരിച്ച് നമുക്ക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് ടോർക്ക് വരും. ടോർക്ക് = അല്ലെങ്കിൽ ടോർക്ക് = ഇവിടെ ലീനിയർ മൊമെന്റത്തിന് പറയാൻ എന്ത് വരും, d/dt ഓഫ് ആംഗുലർ മൊമെന്റം. അതാണ് ടോർക്ക് എക്സൈറ്റഡ്. അപ്പം ഇവിടെ ഒരു ആംഗുലർ മൊമെന്റം കാണും, ഔട്ട്ലെറ്റിൽ ഒരു ആംഗുലർ മൊമെന്റം കാണും. അപ്പൊ ആ ആംഗുലർ മൊമെന്റം, ഇത് ഇൻലെറ്റിലുള്ള ആംഗുലർ മൊമെന്റം, ഇത് ഔട്ട്ലെറ്റിലുള്ള ആംഗുലർ മൊമെന്റം കണ്ടുപിടിച്ചാണ്. ഇത് രണ്ടും ഈ ആംഗുലർ മൊമെന്റത്തിന്റെ ഡിഫറൻസ് ബൈ ടൈം, പെർ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ പെർ സെക്കൻഡ്. അപ്പൊ ഈ അതിനാണ് പറയും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ആംഗുലർ മൊമെന്റം ബൈ ടൈം. ഇനിഷ്യൽ ആംഗുലർ, ഇവിടുത്തെ ആംഗുലർ മൊമെന്റം ഇനിഷ്യൽ ആംഗുലർ മൊമെന്റം അല്ലെങ്കിൽ ഇൻലെറ്റിലുള്ള ആംഗുലർ മൊമെന്റം മൈനസ് ഔട്ട്ലെറ്റിലുള്ള ആംഗുലർ മൊമെന്റം പെർ ടൈം ബൈ ടൈം. അതാണെന്ന് പറഞ്ഞാൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ ടോർക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം, ടോർക്ക് എക്സൈറ്റഡ് ബൈ ദ ജെറ്റ് ഓൺ ദ വീൽ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ ജെറ്റ് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത കാരണം ഈ വീലിൽ ഇത്രയും ഭാഗത്തുള്ള ടോർക്ക്, കാരണം ഇത് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പൊ ഇത് മൊത്തത്തിൽ നമ്മൾ എടുക്കാൻ നമ്മൾ ഇതിന്റെ ഇവിടത്തെ മൊമെന്റം ആംഗുലർ മൊമെന്റം മൈനസ് ഇതിന്റെ ആംഗുലർ മൊമെന്റം ബൈ ടൈം ചെയ്യുമ്പോൾ ഈ ജെറ്റ് കാരണം ഇത് എത്ര ടോർക്ക് കിട്ടും ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ. അങ്ങനെ ടോർക്ക് എക്സൈറ്റഡ് ബൈ ഫിസിക്കൽ ഇത് നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ ഇത് ടൈം രണ്ടും സ്പ്ലിറ്റ് ചെയ്താണ്, ഇവിടെ ബൈ ടൈം = ഇനിഷ്യൽ ആംഗുലർ മൊമെന്റം, ഇനിഷ്യൽ ആംഗുലർ മൊമെന്റം ടൈം എത്രയാണ്, ഇതാണ് ρQ VW1 R1. ഇത് മൈനസ് ഇത് ഫൈനൽ ഇതാണ്. മൈനസ് വെച്ചാൽ പ്ലസ്, അതാണ് പ്ലസ് ആയത്.
ഇത്രയും കിട്ടി. ഇപ്പൊ ടോർക്ക് കിട്ടി. ഇപ്പം ഈ ഒരു ജെറ്റ് കാരണം ഈ വീലിൽ ഇവിടെ എത്ര ടോർക്ക് കിട്ടി. ടോർക്ക് എന്ന് വെച്ചാൽ അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ എത്ര പവർ വേണം, അതിനാണ് ടോർക്ക് എന്ന് വേണം. ഈ ഒരു വീലിന് ഈ ജെറ്റ് ഇത് എത്ര പവർ, ഈ ജെറ്റിന് എത്ര പവർ ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, അതിനാണ് ടോർക്ക് എന്ന് വേണം. അത്ര ഇത് ആൻസർ കിട്ടി. ഇനി വർക്ക് ഡൺ പെർ സെക്കൻഡ് ഓൺ വീൽ എന്ന് വെച്ചാൽ ടോർക്ക് ഇൻറ്റു ആംഗുലർ മൂവ്മെന്റ്, ആംഗുലർ വെലോസിറ്റി. ഈ വീലിന് ഒരു ആംഗുലർ വെലോസിറ്റി ഉണ്ട്, ഒമേഗ ഇൻറ്റു ടോർക്ക് ചെയ്യുമ്പോൾ ഇതുണ്ട്. ഇതിങ്ങനെ എഴുതാം. വർക്ക് ഡൺ സെക്കൻഡിനെ വീണ്ടും ഇങ്ങനെ എഴുതാം. ഇത് റോ ക്യൂ പുറത്തെടുക്കാം, റോ ക്യൂ ഇൻറ്റു ഇതേ പ്ലസ് ഇതെന്ന് എഴുതാം. നമുക്കറിയാം R1 W എന്ന് വെച്ചാൽ എന്താണ്, R1 ഒമേഗ, R1 എന്ന് വെച്ചാൽ U1, R2 ഒമേഗ എന്ന് വെച്ചാൽ U2. ഇത് ഇത്ര റോ ക്യൂ ഇൻറ്റു VW1 U1 പ്ലസ് VW2 U2. അപ്പം വർക്ക് ഡൺ പെർ സെക്കൻഡ് കിട്ടും. അതേപോലെ കൈൻഡ് എനർജി പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ഹാഫ്, പഴയത് തന്നെ ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു